ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് എന്താണെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഇന്ന് ഒരു കണ്ടന്റ് ഇല്ലാത്ത വീഡിയോ ആണ്. ഒന്ന് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തേ. ഇന്ന് ഒരു കണ്ടന്റ് ഇല്ലാത്ത വീഡിയോ ആണ്. ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പൊട്ടനാ. വെറുതെ ഇട്ടിരുന്നപ്പോൾ എനിക്ക് വ്ളോഗ് എടുക്കാൻ തോന്നി, ഞാൻ വ്ളോഗ് എടുക്കുകയാണ്. സോ ദാ ഇപ്പോൾ വാപ്പിച്ച് വരുന്നുണ്ട്. എൻ്റെ ഉമ്മച്ചി റൂം ഫുള്ള് കാണിച്ചു കൊടുത്തേ. റൂം ഫുള്ള് വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്ന് ഡാഡി വരുവാണ്. ഡാഡി കുറേ നാളായി നമ്മളെ ഇവിടെ നിന്ന് പോയിട്ട്. സോ ഇന്ന് ഡാഡി വരുവാണ്. അപ്പോൾ ഉമ്മച്ചി അടുക്കളയിൽ എന്തൊക്കെയോ പണികൾ നടത്തുന്നുണ്ട്. അടുക്കളയിൽ എന്തോ വെക്കുന്ന രസമാണെന്ന് തോന്നുന്നു ഗൈസ്. രസമൊക്കെ വെക്കുന്നുണ്ട്. സോ എന്നാലും നമുക്ക് അടുക്കളയിലെ വിശേഷങ്ങളും പിന്നെ എനിക്ക് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതൊക്കെ ആയിരിക്കും ഈ വ്ളോഗിൽ. അപ്പം ഇപ്പം നമ്മളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ മമ്മീജി എന്താ കുക്ക് ചെയ്യുന്നതെന്നും ഉമ്മച്ചിയുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കാം. ഡാഡി വരുന്നുണ്ട്, ഡാഡിയെ കാണിക്കാം. സോ അതൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും നേരെ അടുക്കളയിലോട്ട് പോകുന്നതിന് മുമ്പേ ഗൈസ് നമുക്ക് ഇത്താഴത്ത് കാര്യം പറയാം. ഇത്ത അറിഞ്ഞിട്ടില്ല വ്ളോഗ് എടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇത്താഴത്ത് കാര്യം പറഞ്ഞിട്ട് അടുക്കളയിലോട്ട് പോകാം. ഓക്കെ. ഇത്താ വാവ് ഷാണ്ട് എന്താ ഖദീജാണല്ലോ വായിക്കുന്നയാള്. റിവ്യൂ എടുത്തോണ്ടിരുന്നതാണ്. വാപ്പിച്ച് വരുന്നില്ലേ, ഉമ്മച്ചി മുകളിലൊക്കെ വൃത്തിയാക്കിയിട്ട് ഇപ്പൊ വാപ്പിച്ചിക്ക് എന്തൊക്കെയോ ഉണ്ടാക്കുന്ന വെച്ച് അപ്പ വരുവാ അപ്പ അറിഞ്ഞൂടെ. ഇപ്പൊ വരുമെന്തോ എനിക്ക് അറിയത്തില്ല ഗൈസ്. പക്ഷെ ഉമ്മച്ചി എന്തൊക്കെയോ ഉണ്ടാക്കുന്നതാണ്. ഉമ്മന്ന് പറഞ്ഞു ഇന്ന് ഉമ്മയുടെ സ്പെഷ്യലാണ് കറിയൊക്കെ. അറിഞ്ഞില്ല ഗൈസ്. അത് വാപ്പാക്ക് ഇന്ന് ഉമ്മയുടെ കഴിച്ച് ഉണ്ടാക്കി ഫുഡ് കൊടുക്കുമെന്ന് പറഞ്ഞു. വാപ്പ ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഫുഡ് വാപ്പാക്ക് കഴിക്കുന്നത് ഇഷ്ടം. അതുകൊണ്ട് വാപ്പ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കത്തില്ല. വീട്ടിലോട്ട് വരുന്ന സമയത്ത് ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കത്തില്ല. അപ്പോൾ വാപ്പ ഇങ്ങോട്ട് വരുമ്പോൾ അടിപൊളി ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. അത് എന്തോ ചെയ്യാൻ തോന്നുന്നു. ഞാൻ ഖദീജയുടെ ബുക്കിന്റെ റിവ്യൂ കൊടുത്തു. വീഡിയോ ഇവിടെ ഒരു ഖദീജ ബുക്ക് ഉണ്ട്. അത് വായിക്കത് ഇത് വായിച്ചിട്ട് അഡിക്റ്റ് ആയിപ്പോയി. ഇപ്പൊ അതിന്റെ 5-10 പിന്നെ 6 വാങ്ങണം. എന്താ പിന്നെ ഒരു ഡേ ബൈ ലൈഫ് കഴിഞ്ഞ ഞായറാഴ്ച എടുത്തത് എഡിറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി വ്ളോഗ് എഡിറ്റ് ചെയ്തു. ഡേ ബൈ ലൈഫ് എഡിറ്റ് ചെയ്തില്ല. അപ്പൊ ആ വ്ളോഗൊക്കെ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലല്ലേ ആരും? അങ്ങോട്ട് വ്ളോഗുകളായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വലിയൊരു സർപ്രൈസ് വരുന്നുണ്ട്. സോ ഗൈസ്, എന്തായാലും എല്ലാരും സബ്സ്ക്രൈബ് ഹൈ ഗൈസ് എന്ന് പറഞ്ഞേ സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ സിമോളെ. പിന്നെ വിളിക്കുന്നു ഏ ഷാള് ആ മോളില്. ഉമ്മച്ചി എവിടെ പോന്ന? ഷാളുണ്ട് എവിടെ പോന്നെ? വാപ്പിച്ചി വിളിക്കാനാ? വാപ്പിച്ചി പറഞ്ഞാ വരുന്നത്. ഉമ്മച്ചി എന്തൊക്കെയാ അവിടെ ഉണ്ടാക്കി? ഉമ്മച്ചി എന്ത് വാപ്പിച്ചിക്ക് ഉണ്ടാക്കി? എന്താ ചുമ്മാ ഉമ്മച്ചി എന്ത് വാപ്പച്ചിക്ക് ഉണ്ടാക്കി വെച്ചാ? ഒന്നും ഉണ്ടാകില്ല. എന്തൊക്കെയോ ഉണ്ടാക്കുന്നില്ലേ? കഴിഞ്ഞ വട്ടം ഇതേപോലെ വാപ്പച്ചിയെ വിളിക്കാൻ വേണ്ടിട്ട് ഉമ്മച്ചി എവിടെ പോയാ? മാമ കല്ലുംതാഴത്ത് ഇറങ്ങി നിൽക്കുന്ന പറഞ്ഞ അപ്പച്ചി കരിക്കോട് പോയ ഗൈസ്. കരിക്കോട് പോയിട്ട് വാപ്പച്ചി അവിടെ കല്ലുംതാഴ് ഇറങ്ങി നിക്കുക. അവസാനം ഉമ്മച്ചി വാപ്പച്ചി രണ്ട് സ്ഥലത്ത്. ഇന്ന് എവിടെ ഉമ്മച്ചി പോകുന്നത്? ഇന്ന് പുതിയ സ്ഥലം എവിടാ? കണ്ണാടി വേഗം കൂടെ പോട്ട്. അപ്പൊ അങ്ങനെ പോവാ. ഞാൻ നിർത്തത്തില്ലേ? ഇതിട്ടോണ്ടാണ് എത്തുന്നത് എനിക്കറിയാം. സിമോളെ ഒപ്പിച്ചിരുന്നു. സിമോളെ കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത വീഡിയോ ഇന്ന് എഡിറ്റ് ചെയ്തിട്ട് എന്താണ് പറയാ? എനിക്കൊന്നും പറയാനില്ല. നിസ്കരിക്കട്ടെ മോളെ, വാങ്ങി കേട്ട്. ഓക്കെ. അപ്പൊ നമുക്ക് വെറുതെ ഇടാം. ഉമ്മിക്ക് ഉമ്മ നസി
സീമോളെ കണ്ടല്ലാമി? സീമോളെ കാണുന്നില്ല. വിളിച്ചിരി വിളിച്ചിരി സീമോളെ വിളിച്ചിരി. സീമോളെ കാണുന്നില്ല. ഇവിടെ പൊന്നാര കാണിച്ചു കൊടുത്തായിരിക്കും. സീമോളെ വാട മൂക്കൂത്ത് സീ. സീമോള് ഇറങ്ങ്. ദൂരിട്ട് ഇറങ്ങ്. ലാപ്പി എടുത്തല്ലേ. ദുബായിലായിരുന്നു. ഇവിടെ ഒരാള് ഒരുക്കങ്ങൾ റൂം ഒതുക്കിയിടുന്നു, രസം വെക്കുന്നു, ഒരുങ്ങുന്നു. ഞങ്ങൾ ഓഫ് ചെയ്ത് മാറിയില്ലേ? സീമോളെ ആരാ വന്ന? ഇറങ്ങി നോക്കിട്ട് വാ സീമോളെ. ആരാ വിളിക്കുന്നു? ഉപ്പച്ചല്ലേ വിളിക്കുന്ന? എവിടെ വിളിക്കുന്നു? പുറത്താന്ന് തോന്നുന്നു. അങ്ങോട്ട് പോട്ടെ. വാ കണ്ടേ ചക്കായി. അവര് പോയി. ഇനിയിപ്പോ നമുക്ക് വീട്ടിൽ പോവാം. എന്താ പിടിച്ചെടുത്ത് വരാത്ത? വാ എന്താ എന്റെ നഖ കിടക്കുന്നത് കേട്ടാ. എന്തുവാ വാച്ച്? വാ എന്താന്ന്? വാ പോട്ടെ. അവര് പോയി. പോയി. ഇനിയിപ്പോ നമുക്ക് വീട്ടിൽ പോവാം. വാ നമുക്ക് വീട്ടിൽ പോവാം. വരുന്നില്ല എടുക്കാൻ. വാ വരുന്ന ഹാപ്പി എടുക്കട്ടെ. ഹാപ്പി എടുക്കട്ടെ. എന്നാ വാങ്ങിഞ്ഞോട്ട് എടുക്കാന്ന് പറഞ്ഞല്ലേ. വാ കള്ളി വന്നേ. മാരെന്റെ വാപ്പിച്ചി പോ. ഇടിയാപ്പി നീ ഫോണെ പിടിച്ചിട്ട് വരുമോ നോക്കും. നമുക്ക് പോവാ. ബാ അവിടെ തന്നെയാ. എന്താ ഗൈസ് ഇങ്ങനെയാണ് വാപ്പിച്ച് ഒരു ട്രിപ്പ് പോയിട്ട് വരുമ്പോ സീമോൾ അനങ്ങൂല. അതുപോലെ തന്നെ വീഡിയോ കോൾ വിളിക്കുമ്പോ സീമോൾ നോക്കത്തോലുമില്ല. ഇച്ചിരി കഴിഞ്ഞ് അവള് പിന്നെ സെറ്റ് ആയിക്കോളും. പിന്നെ അവള് ഫുള്ള് വാപ്പിച്ചിട്ടോടായിരിക്കും. ഇൻബോസ് കേട്ട് പിത്താ എന്നാ ഉമ്മച്ചിമാക്കുള്ളത്. ഉമ്മച്ചിക്കുള്ളത് താണ്ട. ഉമ്മച്ചിക്കുള്ളത് ഉറപ്പാണല്ലോ. ഇത് സീമോക്ക് തേങ്ങ ഏത് വേണം അങ്ങനെ ചോദിക്കരുത്. ഞങ്ങൾ ഇല്ല അത് കൊടുക്ക.
കൊടുക്കണ്ട അത് കൊടുക്കണ്ട. അയ്യോ എന്റെ കുഞ്ഞു ഇങ്ങനെ കൊടുക്കട്ടെ പഠിച്ചാൽ അതൊക്കെ ഇഷ്ടം ചോറും കഞ്ഞിയൊന്നും ഇഷ്ടമല്ല. ഉപ്പച്ചിക്ക് ഇച്ചിരി കൊടുച്ചി മോളെ. മിച്ചിമ കൊടു മിച്ചിമ മിച്ചിമാക്കോട് ഞങ്ങൾ ദിവസം എല്ലാവർക്കും കൊടുക്കും. അയ്യോ നേരത്തെ ഞാൻ അടുക്കളയെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് അടുക്കളയെ കൊണ്ടുവന്നില്ല. അപ്പോഴത്തേക്കും മമ്മിക്ക് പൊരിഞ്ഞ് ഇറങ്ങിയായിരുന്നു. പാപ്പിച്ചിട്ട് ചായ ഇടുന്നു. നമ്മുടെ ശില്ലാമ്മ ഇവിടെ നിന്ന് ഉള്ളി അരിയുന്നു. പാപ്പിച്ചിക്കുള്ള അവിയൽ അവിയൽ കാഴ്ച അവിയൽ ഡാഡിയും എന്താ പറയാ വാപ്പച്ചി ഒരുങ്ങിയൊക്കെ വന്ന് വാപ്പച്ചിയെ കാണാനാ. എന്തെല്ലാം പാട്ടൊക്കെ പാടി എന്താ അപ്പച്ചി? 7ാം ബഹറം കടന്നു. ആ പറഞ്ഞേ വണ്ടി ഓഫ് ചെയ്തോണ്ട് തള്ളിക്കൊണ്ട് വരാം, നമ്മളെവിടുന്ന് വീഡിയോ ഒക്കെ പിടിക്കാൻ നിൽക്കുക. ഞാൻ പറഞ്ഞു പിടിക്കാം. വാപ്പച്ചി എവിടെ പോയിരുന്നതാ? ഡൽഹിയില് ലോഡ് കൊണ്ടുപോയി. ഡൽഹിയില് പോയിട്ട് ഒരു മാസമായി 2 ട്രിപ്പ് ഓടി. പകുതി വെച്ച് നമ്മുടെ കേരളത്തിലോട്ട് വന്നായിരുന്നു. എന്നിട്ട് വീണ്ടും തിരിച്ചു. എന്തുവാ 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 പഠിക്കുന്ന സൗണ്ടൊക്കെ സുമിച്ചിയുടെ കുക്കിങ് ഇതുവരെ കഴിഞ്ഞില്ല. എന്തോ അമ്മച്ചി ഇത്ര കുക്ക് ചെയ്യാൻ? എന്തോ ഉള്ളിക്കറിയാ? ഇനി സ്പെഷ്യൽ ഒന്നുമില്ലേ? ഏതാതോ ഇവിടെ റീലൊക്കെ എടുക്കുന്നത്. ഇവിടെ മൊത്തം അലങ്കോലായി കിടക്കും. ഈ സീമോൾ അതാ ഇത് നോക്ക്, ഇതൊക്കെ സീമോടാ. ഓ അവിടെ ആ മൂലയ്ക്ക് ഓ അവിടെ റീലെടുക്കുന്നു. കേസ് എന്താ മുട്ടയൊക്കെ കഴിക്കുന്നു. ഇത് എന്തോ സ്പെഷ്യലാണോ അറിയുന്നോണ്ട് എന്ത് സ്പെഷ്യലാണെന്ന് മാത്രം അംഗൻവാടിക്കാരുടെയോ? അംഗൻവാടിയിൽ ഇങ്ങനെയാണോ ചെയ്യുന്നത്? ഇതെന്താ പക്ഷെ മുട്ട ഒഴിച്ചിട്ട് അതേപോലെ വെക്കുന്ന കിണ്ടണില്ലേ? അത് മുട്ട ചിക്കിയതായി. ബൈ. ഹേ ഗായ്സ്, അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാനിരിക്കുന്നു അല്ലേ ചീമോളെ? ആ ഏതോ വിരലൊക്കെ ചെയ്യുന്നു. വാപ്പിച്ചി ഉമ്മച്ചി എന്തൊക്കെയാ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞു. എന്താണ് ഓ എനിക്ക് ബ്യൂട്ടീഷ്യനൊന്നും വേണ്ടെന്നൊക്കെ. ഞാനൊരു ബ്യൂട്ടീഷ്യൻ ചെയ്ത് സുന്ദരമായിട്ട് ഇരിക്കുക. അവിടെ എനിക്ക് പ്രത്യേകിച്ച് ബ്യൂട്ടീഷ്യൻ വേണ്ടെന്ന് പറയുന്നത്. ബ്യൂട്ടീഷ്യൻ കാരണവന്മാരായിട്ട് നല്ല സൗന്ദര്യം ഉണ്ട്. നോക്കട്ടെ സൗന്ദര്യം. നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് കാണാം. ഇനി 2-3 റീലും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങള് മീനൊന്നും മേടിച്ചിട്ടില്ല. കേട്ടില്ല. മീൻ നിങ്ങളെ വാപ്പ പറഞ്ഞ് എന്തോ കടലിൽ എന്തോ മറിഞ്ഞ് വിഷവാ, മക്കൾക്ക് മീൻ വാങ്ങിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മള് മീൻ വാങ്ങിച്ചിട്ടില്ല. വാപ്പി ഇന്ന് വന്നപ്പോഴല്ലേ മീൻ വാങ്ങണം. ഇന്നലെ മുന്നേ മീൻ കുട്ടിയായിരുന്നു. വാപ്പി ഞാൻ പറഞ്ഞു ഇക്ക മീൻ മേടിക്കണ്ടെന്ന് പറഞ്ഞതിനെ കൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല എന്ന് പറഞ്ഞപ്പോ വാപ്പി പറയാ അതെന്താ മേടിക്കാൻ എന്താ, ഞാൻ ഇന്നലെ അതില് മേടിച്ച് കറി വെച്ച് കൂട്ടി അതുകൊള്ളപ്പ ബീട്രൂട്ട് തോരൻ, ചമ്മന്തി, അച്ചാറുണ്ടായിരുന്നു. ഉമ്മാട് സ്പെഷ്യൽ അങ്കമാടിയിൽ ഒരു സ്ഥിരം ഉണ്ടാക്കുന്ന ഐറ്റാണ്. മുട്ട ചിക്കിയെന്ന് ഇടാം. മുട്ട ചിക്കിയത് ചിക്കനൊന്നുമില്ല. മുട്ടയും ഉള്ളിയും മൊട്ടുള്ളിക്കറി അച്ചാറ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം. ഓക്കെ ഇത് ചുമയുടെ മരുന്ന്.
ഓരോന്ന് കറക്റ്റ് രീതി കഴിച്ചു. ഒന്നൂടെ കേറാ വ്ളോഗേ കിട്ടിയില്ല. മാസിട്ട് മിണ്ടാതിരിക്കാവേ. അപ്പൊ അച്ഛൻ കയറി ഇറങ്ങേ. ഞാനിങ്ങനെ ചുമ്മാ ഇരിക്കുവാണേ. ആ വന്നു വാ മാസിട്ട് വരാ. വാ അത് ശരിയായില്ല. ഒന്നുകൂടി ആ വാ നമ്മളിവിടെ വ്ളോഗ് എടുത്തോണ്ടിരിക്കാം. അഞ്ചാനെ കണ്ടിട്ട് ഞെട്ട്. സോ ഗൈസ്, ഞാൻ ഔട്ട്രോ പറയാൻ വന്നിരിക്കുകയാണ്. മനസ്സിലായി കാണും നിങ്ങൾക്ക്. എപ്പോഴും പോലെ തന്നെ ഔട്ട്രോ എടുക്കാൻ നമ്മൾ ഇപ്രാവശ്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു, അതങ്ങനെ പോയി. പിന്നെ വാപ്ചി ടയർഡായിരുന്നു, അങ്ങനെ വാപ്ചി കടന്നു. പിന്നെ നമുക്ക് കണ്ടന്റ് ആയിട്ട് അതിനകത്തൊന്നും ഇല്ലായിരുന്നു. സോ ഞാൻ വ്ളോഗ് അവിടെ നിർത്തി. അതുകൊണ്ട് ഞാൻ ഔട്ട്രോ എടുക്കാനും മറന്നുപോയി. വ്ളോഗ് എടുത്ത് 3ാമത്തെ ദിവസമാണ് ഞാൻ ഔട്ട്രോ എടുത്തില്ല എന്ന് അറിയുന്നത്. ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഔട്ട്രോ ഇല്ല. അപ്പോഴാണ് ഓർമ്മ വന്ന് ഔട്ട്രോ എടുത്തില്ല എന്നുള്ളത്. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഞാൻ ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ തന്നെ അങ്ങ് എടുക്കാമെന്ന്. ഷൂട്ട് കഴിഞ്ഞിട്ട് വന്നിട്ടും ഔട്ട്രോ എടുക്കണമെന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നു. പക്ഷേ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുക, എന്തോ ഉണ്ടായിരുന്നല്ലോ. ഞാൻ പെട്ടെന്ന് ഷടയിൽ നിന്ന് വന്ന് ഔട്ട്ഡോർ എടുക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോ എല്ലാവരും കാണാൻ. നെക്സ്റ്റ് വീഡിയോ നമ്മുടെ ഈദ് റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. സോ ഇതുവരെ നമ്മൾ കണ്ടന്റ് സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതെല്ലാവരും കാണാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ് ആൻഡ് ദെൻ ദാറ്റ്സ് ഇറ്റ്. സോ അപ്പോൾ അന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.